പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പൂഴ്ത്തിവെച്ച കായിക ഉപകരണങ്ങൾ ഒടുവിൽ പുറത്തിറക്കി സ്പോർട്സ് കൌൺസിൽ. ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാതെ കൂട്ടിയിട്ടത് ധനകാര്യ വിഭാഗം കണ്ടെത്തിയിരുന്നു. സംഭവം പുറത്തറിയാതെ ഉപകരണങ്ങൾ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യാൻ ശ്രമം തുടങ്ങി. സ്പോർട്സ് കൌൺസിൽ ആസ്ഥാനത്ത് നിന്ന് നീക്കിയ സാധനങ്ങളുടെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. യഥാർത്ഥത്തിൽ ഈ സ്പോർട്സ് കൌൺസിൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. നമ്മുടെ കായിക രംഗത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി അവരെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ കുട്ടികളോട്, കായിക താരങ്ങളോട് കാണിച്ചത് യഥാർത്ഥത്തിൽ വലിയ ക്രൂരതയാണ്. എത്രയോ മാസങ്ങളായി, ഒരുപക്ഷെ 1-2 വർഷങ്ങളായി തന്നെ ഈ കായിക ഉപകരണങ്ങൾ, കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ, ബാഗുകൾ തുടങ്ങിയ സാധനങ്ങളൊന്നും വിതരണം ചെയ്യാതെ സ്പോർട്സ് കൌൺസിൽ ആസ്ഥാനത്ത് യഥാർത്ഥത്തിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് സത്യം പറഞ്ഞാൽ വ്യക്തമായിട്ടില്ല. പക്ഷെ തീർച്ചയായും അതിൽ വലിയ ദുരൂഹതയുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിന് ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത പലതവണ പല വാർത്തകൾ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞുള്ള ഭുവനേശ്വറിൽ നടന്ന അത്ലറ്റിക് മീറ്റിൽ ഒരു ട്രാക്ക് സ്യൂട്ട് മാത്രം ധരിച്ച് പല കുട്ടികൾക്കും മത്സരത്തിന് പോകേണ്ടി വന്ന സാഹചര്യമൊക്കെ വലിയ വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ലക്ഷങ്ങൾ വിലയുള്ള 100 കണക്കിന് കായിക ഉപകരണങ്ങൾ, ഡ്രസ്സുകളൊക്കെ ഈ രീതിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നാലെ കായിക വകുപ്പിന്റെ ധനകാര്യ വിഭാഗം അവിടെ പരിശോധന നടത്തി. കായിക മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇരു ചെവി അറിയാതെ ഇത് വിതരണം നടത്താനുള്ള ശ്രമമാണ് കായിക വകുപ്പ് സ്പോർട്സ് കൌൺസിൽ നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആറ്റിങ്ങലിലുള്ള ശ്രീപാദം ഓഡിറ്റോറിയത്തിൽ അവിടെയുള്ള ഹോസ്റ്റലിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ്. ഇത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ 100ഓളം കുട്ടികൾ മാത്രമാണ് താമസിച്ച് പഠിക്കുന്നത്. അവിടെ കായിക പരിശീലനവും നടത്തുന്നത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയും ലക്ഷങ്ങൾ വിലയുള്ള 100 കണക്കിന് സാധനങ്ങൾ പലയിടങ്ങളിലായി വിവിധ ഇടങ്ങളിലുണ്ട്. അത് എന്ത് ചെയ്യും, അത് ജില്ലകളിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളിത് വിതരണം ചെയ്യും, മറ്റ് ജില്ലകളിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് അറിയേണ്ടിയിരിക്കുന്നു. കാരണം മാസങ്ങളോളം ഈ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാതെ പൂഴ്ത്തി വെച്ച അതേ ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ കൊടുക്കുമെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് ഈ ഹോസ്റ്റലിലെത്തി അവിടെ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യാനായി വന്നപ്പോൾ അത് ഉടനെ കൊടുക്കുമെന്ന് അവർ പറയുകയും കുട്ടികളെ കൊണ്ട് തന്നെ അതൊക്കെ മാറ്റിവെപ്പിക്കുന്ന ദൃശ്യങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുമുണ്ട് പല ഭാഗങ്ങളിൽ, പലയിടങ്ങളിൽ. എന്തായാലും കായിക മന്ത്രി ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണത്തിനും തീരുമാനമായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം കൂടി വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തരമായി പൊടി പിടിച്ച് പൂഴ്ത്തി വെക്കപ്പെട്ട നിലയിൽ ഉണ്ടായിരുന്ന ഈ സാധനങ്ങൾ ഇപ്പോഴെങ്കിലും പുറത്തിറങ്ങിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി ജി.